Dr. Geeta, former head of the Department of Pathology, and Dr. ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. occasion of the graduation ceremony of these young graduates. പൊതുപ്രവർത്തകന്മാർ അപ്ഡേറ്റഡ് ആവുന്നില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആകും. If you are not updated, we will be outdated. Likewise, if you are not updated, then you also will be outdated. എങ്ങനെ? അതുകൊണ്ട് CME എന്നൊരു വാക്കുണ്ട്, നിങ്ങൾ നാളെ കേൾക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അതിൽ പങ്കെടുക്കണം. മെഡിക്കൽ സയൻസിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മെഡിക്കൽ സയൻസിനകത്ത് നിരന്തരം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയാണ്. മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഇപ്പോ സുദീപ് സാറെ കണ്ടു, ഞാൻ പ്രതാപ് സാറെ കണ്ടു. അവര് പഠിക്കുന്ന കാലത്ത് അതേ രീതിയിൽ അവര് ഈ രീതിയിലേക്ക് അപ്ഡേറ്റഡ് ആവുന്നത് അവര് നിരന്തരം മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് പോകുന്നതുകൊണ്ടാണ്. നിരന്തരമായ മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനകത്ത് പോകണം. IMEയുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരു പൊതുപ്രവർത്തനം. IMEയുടെ ഏത് തരത്തിലുള്ള ലീഡർഷിപ്പുമായി വളരെയധികം സൗഹാർദ്ദം ബന്ധം സൂക്ഷിക്കുന്നതാണ് IME. അതുപോലെ തന്നെ വ്യത്യസ്ത മെഡിക്കൽ സംഘടനകൾ അവരൊക്കെ സംഘടിപ്പിക്കുന്ന ക്ലാസുകൾ, സെമിനാറുകൾ അതിൽ പങ്കെടുക്കണം. അതുപോലെ കാലത്തിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യത്യസ്ത രോഗങ്ങൾ, അതൊക്കെ വന്നുകൊണ്ടിരിക്കുക. ആ രോഗങ്ങളൊക്കെ മാറ്റാൻ നിരന്തരമായ പഠനം. നിങ്ങൾ ധരിച്ചു വെച്ചോ, ഇനി തിന്ന് കഴിഞ്ഞല്ലേ, ഇനി മെനക്കെടണ്ട, ഇനി കൂടുതൽ പഠിപ്പ്. കേരളം പോലുള്ള സമൂഹം നിങ്ങൾ കാണേണ്ടത് അവർ വളരെ അപ്ഡേറ്റഡാണ്. പനി വന്നാൽ, തലവേദന വന്നാൽ MBBS ഒക്കെ കാണുന്ന കാലം കഴിഞ്ഞു. അതുകൊണ്ട് തലവേദന നമ്മൾ നേരെ പോയി ന്യൂറോളജിസ്റ്റ്. അത്രമാത്രം ലിറ്ററേച്ചർ, മെഡിക്കൽ ലിറ്ററസി ഉള്ള നാടാണ് കേരളം. അതുകൊണ്ട് വളരെ കൃത്യമായി വീണ്ടും നിങ്ങളുടെ പഠനം തുടരണം. പൊതുപ്രവർത്തകരായ ഞങ്ങൾ എപ്രകാരമാണോ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ നിങ്ങളും നിങ്ങളുടെ പഠനം ഇനിയും തുടരണം. നിങ്ങളിപ്പോൾ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണ്, നിങ്ങളുടെ പാരന്റ്സിന്റെ ഡ്രീം ഉണ്ടാവും, നിങ്ങൾക്കും ഡ്രീം ഉണ്ടാവും. ഡ്രീം ഇല്ലാതെ ഒരാൾക്കും കൂട്ടാൻ പറ്റും. ഡ്രീം, ഡിസയർ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം. There is no shortcut to attain your dreams. The only shortcut, that is to hard work. കഠിനാധ്വാനം. ആ കഠിനാധ്വാനം നല്ല രീതിയിൽ നടത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് അർത്ഥത്തിൽ ഇതിന് രക്ഷിതാക്കൾ നല്ല പിന്തുണ നൽകും. ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആവാൻ നിങ്ങൾക്ക് എപ്രകാരമാണെന്ന് പാരന്റ്സ് പിന്തുണ നൽകിയത്, അതുപോലെ അവർ ഇനിയും പിന്തുണ നൽകും. അതുകൊണ്ട് നിരന്തരമായ പഠനം. ഹിപ്പോക്രറ്റ്സിന്റെ ഓത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഹിപ്പോക്രറ്റ്സിന്റെ ഓത്തൊക്കെ ഒന്ന് ഇടക്കിടക്ക് വായിച്ചു നോക്കണം. ഹിപ്പോക്രറ്റ്സിന്റെ ഓത്തിൽ കൃത്യമായി പറയുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാർ കേരളത്തിൽ ആക്രമിക്കപ്പെട്ടു. ഡോക്ടർമാർ ആക്രമിക്കപ്പെടാൻ പാടില്ല. യുദ്ധമുഖത്ത് പോലും ആശുപത്രികൾക്ക് നേരെ ബോംബിടാറില്ല. ഡോക്ടർമാർ ആക്രമിക്കപ്പെടാൻ പാടില്ല. നിർഭാഗ്യവശാൽ കൽക്കത്ത മെഡിക്കൽ കോളേജിനകത്ത് അത്തരം ഒരു സംഭവം ഉണ്ടായി. കേരളത്തിൽ ഒരു വട്ടനായ മനുഷ്യൻ ഒരു ചെറുപ്പക്കാരിയെ കുത്തിക്കൊന്നു. അത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോഴത്തെ വളരെ കർക്കശമായ നിലപാടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ സ്വീകരിച്ചത്. ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്ന നിലയുണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട് 2006 to 2011 അന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചറും കേരളത്തിന്റെ മുഖ്യമന്ത്രി VS-ഉം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി സഖാവ് കോടിയേരിയുമായിരുന്നു. മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല്, മെഡിക്കൽ ആശുപത്രികൾക്ക് നേരെയുള്ള അക്രമത്തിനെതിരെ ഒരു ബില്ല് അവതരിപ്പിക്കാൻ അന്നത്തെ ഡോക്ടർ സംഘടന നേതാക്കന്മാർ കോടിയേരി കാണാൻ വന്നപ്പോൾ ഞാനുണ്ടായിരുന്നത്. അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു, ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമത്തിന്റെ ഭാഗമായാണ് ഒരു പരിധിവരെയെങ്കിലും നിയമ അക്രമം തടയപ്പെട്ടത്.